പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത്ര പാട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകാം. ഇന്നത്തെ ഈയൊരു വിശകലനത്തിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ആഴത്തിലുള്ള മാനസിക കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുതിയ ആളെ പരിചയപ്പെടാനോ ഒരു സംഭാഷണം തുടങ്ങാനോ നിങ്ങൾക്കൊരു മടി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഒരു സൗഹൃദം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ പ്രശ്നം പലപ്പോഴും നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. പലരും വിചാരിക്കുന്നത് പോലെ ഇത് വെറുമൊരു കോൺഫിഡൻസ് കുറവിൻ്റെ പ്രശ്നമല്ല. സത്യത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന, നമ്മൾ പോലും തിരിച്ചറിയാത്ത ചില സൈക്കോളജിക്കൽ പാറ്റേണുകളാണ് യഥാർത്ഥ വില്ലൻ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന 5 പ്രധാനപ്പെട്ട മാനസിക തടസ്സങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തടസ്സം എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഇതാണ്: തുറന്നു സംസാരിക്കാനുള്ളൊരു മടി. നമ്മളിൽ പലരും അല്ലേ, കാലാവസ്ഥയെപ്പറ്റിയും സിനിമയെപ്പറ്റിയുമൊക്കെ മണിക്കൂറുകളോളം സംസാരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ചിന്തകളോ ടെൻഷനുകളോ ചെറിയ വിഷമങ്ങളോ ഒന്നും പുറത്തു പറയാനൊരു മടിയായിരിക്കും. ഇങ്ങനെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ എങ്ങനെയൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്? സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: വൾണറബിലിറ്റി. അതായത് നമ്മുടെ ഇമോഷൻസ് മറ്റൊരാളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ളൊരു കഴിവ്. ഈയൊരു ഓപ്പൺനെസ് ഉണ്ടെങ്കിലേ വിശ്വാസവും ആഴത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കാൻ പറ്റൂ. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കേ, ഇനി നമുക്ക് രണ്ടാമത്തെ തടസ്സത്തിലേക്ക് വരാം. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്: ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ അമിതമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകളോളം നമ്മൾ പറഞ്ഞ ഓരോ വാക്കിനെപ്പറ്റിയും ഇങ്ങനെ റീപ്ലേ അടിച്ച് വിശകലനം ചെയ്യുന്നത്, അത് ഭയങ്കരമായൊരു മെന്റൽ സ്ട്രെസ്സാണ്. അയ്യോ, ഞാൻ പറഞ്ഞത് മണ്ടത്തരമായോ, അവർക്കെന്നെ ഇഷ്ടക്കേട് തോന്നിക്കാണുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ തലയിലും വരാറുണ്ടോ? ഇതാണ് ഓവർ തിങ്കിങ്. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ ആത്മവിശ്വാസം കാർന്നു തിന്നും. ഈ ഒരു അമിത ചിന്ത കാരണം നമുക്ക് ടെൻഷൻ കൂടും, ആങ്സൈറ്റി വരും. പിന്നെ പതിയെ നമ്മൾ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്ന ഒരു കിണിയാണിത്. അടുത്തത് മൂന്നാമത്തെ തടസ്സമാണ്. ഇതെന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരെപ്പോഴും മുൻകൈയെടുക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതാണ്. ഒരു സംസാരം തുടങ്ങാനോ എവിടെയെങ്കിലും ഒന്ന് പുറത്തുപോകാൻ വിളിക്കാനോ നമ്മൾ തയ്യാറാവാതെ എപ്പോഴും മറ്റേയാളെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ടു പോകുന്നത്? ഒരു കാര്യം ഓർക്കണം, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വൺ വേ റോഡല്ല, അതൊരു 2 വേ ട്രാഫിക്കാണ്. കാത്തിരിക്കുന്നതിനു പകരം ഒരു ഹായ് പറയാനോ ഒരു മെസ്സേജ് അയക്കാനോ നമ്മൾ മുൻകൈ എടുക്കണം. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഏതൊരു ബന്ധവും വളരുകയുള്ളൂ. ഓക്കേ, ഇനി നാലാമത്തെ തടസ്സത്തിലേക്ക് കടക്കാം. ഇത് പ്രധാനമായും നമ്മുടെ ഭയവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാലാമത്തെ തടസ്സം ഇതാണ്: നമ്മളെ ആരെങ്കിലും ഒഴിവാക്കുമോ എന്നുള്ള പേടി. ഫിയർ ഓഫ് റിജക്ഷൻ. അവർക്കെന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലെങ്കിലോ, ഞാൻ പറയുന്നത് അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ച് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പോലും മടിക്കും. ഈയൊരു ഭയം കാരണം നമ്മളൊരു സേഫ് സോൺ ഉണ്ടാക്കി അതിനകത്ത് ഒതുങ്ങിക്കൂടും. ആരെങ്കിലും നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്ന വേദനയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ ഇത് സഹായിച്ചേക്കാം. പക്ഷെ സത്യത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള വിലപ്പെട്ട അവസരങ്ങളാണ്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ തടസ്സത്തിലേക്ക് പോകാം. അഞ്ചാമത്തെയും അവസാനത്തെയും തടസ്സമാണ് കുറഞ്ഞ സോഷ്യൽ എനർജി. ചിലർക്ക് ആളുകളുമായി കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും മാനസികമായി ഭയങ്കര ക്ഷീണം തോന്നും. ഒരു ഫോണിന്റെ ബാറ്ററി പോലെ അവരുടെ സോഷ്യൽ എനർജി പെട്ടെന്ന് തീർന്നു പോകും. സാധാരണയായി ഇൻട്രോവേറ്റായ ആളുകൾക്കാണ് ഇത് കൂടുതലായി കാണുന്നത്. അതായത് ചെറിയൊരു കോൺവേഴ്സേഷൻ കഴിഞ്ഞാൽ പോലും ഇവർക്ക് വലിയ മെന്റൽ ഫെറ്റീഗ് അനുഭവപ്പെടും. സ്വാഭാവികമായും ഇവർ സംഭാഷണങ്ങൾ പെട്ടെന്ന് നിർത്താനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനോ ശ്രമിക്കും. ഒരു സൗഹൃദം ദൃഢമാകാൻ സ്ഥിരമായി കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ഇവർ ഒഴിഞ്ഞുമാറും. അപ്പോൾ ഈ 5 തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക: നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കഴിവുകേടോ പേഴ്സണൽ ഫെയിലിയറോ അല്ല, ഒരിക്കലുമല്ല. ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില ചിന്താരീതികൾ മാത്രമാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില പാറ്റേണുകളാണ്, അല്ലാതെ നമ്മുടെ സ്വഭാവത്തിന്റെ കുഴപ്പങ്ങളല്ല. ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായി മാറും. ഉറപ്പാണ്.
അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കാനും ആഴത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, ഈയൊരു യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെ ഏത് തടസ്സത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും.